ഇത് കണ്ടില്ലേ? വെയിൻ കെട്ടിയത് മരിക്കാനാണ് ജാസ്മിൻ നോക്കിയത്. പക്ഷേ ദൈവം അവളെ അതിനനുവദിച്ചില്ല. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ജാസ്മിൻ ഹോസ്പിറ്റലൈസ്ഡായി. അവിടെ നിന്ന് കുറച്ചു മുമ്പ് ജാസ്മിൻ ഹോസ്പിറ്റലൈസ്ഡായ വിവരം എനിക്ക് ലഭിച്ചത്. എന്തായാലും നീ ചെയ്തത് വല്ലാത്തൊരു കടുങ്കൈയായി പോയല്ലോ മോളെ. അന്നേരം മനോവിഷമത്തിന് നീ ആത്മഹത്യക്ക് ശ്രമിച്ചു. അത് കാര്യമായി തീർന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? പിന്നെ ഞങ്ങൾക്ക് നിന്നെ കാണാൻ പറ്റുമായിരുന്നോ മോളെ? പ്രശ്നം എന്ത് തന്നെ ആയാലും നീ ആത്മഹത്യക്ക് ശ്രമിക്കാൻ പാടില്ലായിരുന്നു. അത് വലിയ തെറ്റായിപ്പോയി. അക്കാര്യത്തിൽ ഞാൻ നിന്നോട് യോജിക്കുന്നേ ഇല്ല. ആൻറ്റി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ജാസ്മിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? എന്തായാലും ഭാഗ്യം കൊണ്ട് ജാസ്മിൻ രക്ഷപ്പെട്ടല്ലോ. നമുക്ക് അങ്ങനെ സമാധാനിക്കാം. ഇപ്പോൾ ജാസ്മിന് പോകാൻ ഒരിടവുമില്ല. അതുകൊണ്ട് ഞാൻ ജാസ്മിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അതിനെന്താ, ജാസ്മിൻ ഇനി ഇവിടെ തന്നെ നിൽക്കട്ടെ. നമ്മുടെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? അങ്ങനെ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ ജാസ്മിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഏതായാലും ഇവളെ ഇവിടെ താമസിപ്പിച്ച ശരിയാവില്ല പാർവതി. ഇവള് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ട് ഇവളെ ഇവിടുന്ന് എത്രയും വേഗം ഇറക്കി വിടാൻ ബ്രോയോട് പറയണം. വിശാൽ സർ, എന്താ പാർവതി? ഞാനൊരു കാര്യം പറഞ്ഞ സാറിന് വിഷമം തോന്നരുത്. എന്താ പതിവില്ലാത്തൊരു ആമുഖം? ഞാൻ പറയുന്ന കാര്യം ചിലപ്പോ സാറിനെ വിഷമിപ്പിക്കും, അതുകൊണ്ടാ. പാർവതി, കാര്യം പറ. ജാസ്മിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പ് സാർ എന്നോടൊരു വാക്ക് ചോദിക്കണമായിരുന്നു. പാർവതി എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ ജാസ്മിനെ കൂട്ടിക്കൊണ്ടു വന്നത് തെറ്റായിപ്പോയെന്നാണോ പാർവതി പറയുന്നത്? ഏയ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പിന്നെ പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത്? പാർവതി പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ജാസ്മിനെ കൂട്ടിക്കൊണ്ടു വന്നത് തെറ്റായി പോയിന്നാ എനിക്ക് തോന്നിയത്. അയ്യോ, സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവോ? ഞാൻ സാറിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി അല്ല അങ്ങനെ പറഞ്ഞത്. പിന്നെന്താ പാർവതിയുടെ മനസ്സിൽ? അത് വ്യക്തമായി പറയൂ. അല്ല, ജാസ്മിൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് സാറിന് അറിയാലോ. അതുകൊണ്ട് ജാസ്മിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത വേണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുമായിരുന്നു. ജാസ്മിൻ കാരണം അവളുമായി ഒരു വിവാഹത്തിൻ്റെ ഘട്ടം വരെ സാറിന് പോകേണ്ടി വന്നു. അതൊന്നും മറക്കരുതെന്ന് ഞാൻ പറയുകയായിരുന്നു. അതൊക്കെ ഞാൻ മറക്കോ പാർവതി? ജാസ്മിനെ വിവാഹം കഴിച്ചേ മതിയാവുന്ന സിറ്റുവേഷനിൽ ഞാൻ അനുഭവിച്ച പ്രയാസം അതെനിക്ക് മാത്രമേ അറിയൂ. നരകത്തിൽ അകപ്പെട്ടതുപോലെയായിരുന്നു ഞാൻ അവിടെ നിന്ന് ഉരുകിയത്. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുതെന്ന പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. ആ ഞാൻ
അതൊക്കെ മറക്കൂ. ജാസ്മിൻ ഇനി ഈ വീട്ടിൽ തുടർന്ന അവള് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് സാറ് കരുതുന്നുണ്ടോ? പാർവതി, ഞാനിപ്പോൾ ചെയ്തത് മനുഷ്യത്വപരമായ ഒരു പ്രവൃത്തിയാണ്. ജാസ്മിനല്ല, ജാസ്മിൻ്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഞാൻ ഇതൊക്കെ തന്നെയാവും ചെയ്യുക. ജാസ്മിൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവളുടെ ആരോഗ്യം വളരെ മോശമാണ്. ഡോക്ടറാ അതെന്നോട് പറഞ്ഞത്. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ജാസ്മിനെ ഞാൻ എന്തു ചെയ്യും? അവളെ തനിച്ച ആശുപത്രിയിൽ ഉപേക്ഷിച്ച് വരാൻ പറ്റുമോ? എനിക്കതിന് സാധിക്കുമായിരുന്നില്ല. അതിന് മനസ്സനുവദിക്കാത്തതുകൊണ്ടാണ് ഞാൻ ജാസ്മിനെയും കൂട്ടി ഇങ്ങോട്ട് പോകുന്നത്. സത്യത്തിൽ ജാസ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ തൻ്റെ അഭിപ്രായം ചോദിക്കണമെന്ന് എനിക്കും ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ കരുതി എന്നെക്കാളും മനസ്സരിവുള്ള ആളാണ് താനെന്ന്. ജാസ്മിനും താനും തമ്മിൽ വിരോധമുണ്ടെങ്കിലും ജാസ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജാസ്മിനെ കാണുമ്പോൾ, അവളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുമ്പോൾ തൻ്റെ ഉള്ളലിയോന്ന് എനിക്കറിയാമായിരുന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ, ഒരു പരിധിവരെ ശരിയാണ്. ഈ സ്ഥിതിയിൽ വിശാൽ സാർ അവളെ ഉപേക്ഷിച്ച് പോരാത്തത് തന്നെയാണ് ശരി. എങ്കിലും അവളെ സൂക്ഷിക്കണം സാർ. ആരെങ്കിലും അവളെ ശുശ്രൂഷിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്യാം. പക്ഷേ അത് ഇവിടെ ഈ വീട്ടിൽ വെച്ച് പറ്റില്ല. പിന്നെ പിന്നെ എവിടെ വെച്ച്? നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് അവളെ ശുശ്രൂഷിക്കാം. ഞാൻ അവളുടെ കൂടെ തന്നെ നിൽക്കാം. അവൾ അമേരിക്കയിലേക്ക് തിരികെ പോകും വരെ അവൾക്കൊപ്പം എല്ലായ്പ്പോഴും ഞാനുണ്ടാവും. അതെ, അതാണ് പാർവതിയുടെ തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാൻ ഈ വിവരെ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാം. മോളെ, ഏതായാലും നീ തിരികെ ഇവിടെ എത്തിയല്ലോ, എനിക്ക് സമാധാനമായി മോളെ. ഇപ്പോഴാ എനിക്ക് ശരിക്കും സമാധാനമായത്. നീ പോയപ്പോ എന്റെ ഒരു വശം തളർന്നു പോയൊരവസ്ഥയിലായിരുന്നു. എന്റെ ശക്തി മുഴുവൻ ചോർന്നു പോയതുപോലെയാ എനിക്ക് തോന്നിയത്. എന്നാ ഇപ്പൊ നീ തിരികെ വന്നപ്പോ 1000 ആനയ്ക്കൊത്ത ശക്തി കിട്ടിയതുപോലെ ഒരു ആത്മവിശ്വാസം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആന്റി ഈ പറയുന്ന ആത്മവിശ്വാസമൊന്നും ഞാൻ ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് പോയ ശേഷം ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അന്നേരം ഈ സ്നേഹമൊക്കെ എവിടെ പോയി? ജാസ്മിൻ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്റെ അനുഭവം അങ്ങനെ ആയതുകൊണ്ട്. എന്നോട് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഫോൺ കോളെങ്കിലും നിങ്ങൾ ചെയ്യായിരുന്നില്ലേ? നിങ്ങളത് ചെയ്തോ? ഇല്ലല്ലോ. ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ, എന്താണ് എന്റെ അവസ്ഥ എന്നൊന്നും അന്വേഷിക്കാതെ ഇപ്പതേ സംസാരത്തിൽ തേനും പാലും ഒഴുകുന്നു. എന്തിനാ ആന്റി ഈ അഭിനയം? അയ്യോ മോളെ, നീ അങ്ങനെയാണോ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത്? മോൾ എന്നെ കുറിച്ച് വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്ത് തെറ്റിദ്ധാരണ? ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യം. എന്റെ പൊന്ന് ജാസ്മിൻ, ഞാൻ മനഃപൂർവ്വമാണ് നിന്നെ വിളിക്കാതിരുന്നത്. കല്യാണ മണ്ഡപത്തിൽ സംഭവിച്ചതൊക്കെ നിനക്കറിയാലോ. പല്ലവി എന്റെ മോനെ വിരട്ടിയിട്ട് അവനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ചു. അതിനുശേഷം ഇവിടെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. ശരിക്കും തലവേദന ഒഴിഞ്ഞ ഒരു നേരം പോലും ഇല്ലായിരുന്നു. അങ്ങനെ ആ ബഹളത്തിനിടയിലാണ് ഞാൻ മോളെ വിളിക്കാനും വിഷയങ്ങൾ തിരക്കാനും മറന്നുപോയത്.
ഇവിടുത്തെ പൊല്ലാപ്പൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്നിട്ട് വിളിക്കാമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. വിളിക്കണമെന്നും സംസാരിക്കണമെന്നുള്ളവർക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കായിരുന്നു. മോളെ പറ്റിപ്പോയി. ഇനി നീ അതിൽ പിടിച്ച് കയറാതെ. എന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ആന്റി നിന്നോട് മാപ്പ് ചോദിക്കുന്നു. സോറി മോളെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ആന്റിക്ക് ജാസ്മിന്റെ സ്വഭാവം അറിയാലോ. ഉം. ഒന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന സ്വഭാവം എനിക്കില്ല. അതാ ഞാനെല്ലാം തുറന്നു പറഞ്ഞത്. എനിക്കത് മനസ്സിലാവും ജാസ്മിൻ. എനിക്ക് നീ പറഞ്ഞതില് ഒരു പരിഭവവും ഇല്ല. ഏതായാലും നീ കയ്യിലെ ഞരമ്പ് മുറിച്ചത് മഹാ അബദ്ധമായിപ്പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഡാഡിയും കൂടെ ഇറക്കി വിട്ട സ്ഥിതിക്ക് എങ്ങോട്ട് പോണം? മുന്നിൽ ഒരു വഴിയും കണ്ടില്ല ഞാൻ. അപ്പോഴാ സ്വയം ജീവൻ ഒടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. മോളെ, ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. അച്ഛൻ അവിടുന്ന് ഇറക്കി വിട്ടപ്പോ മോള് നേരെ ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. അതെ, അത് തന്നെയാ ഞാനും ഇവളോട് പറഞ്ഞത്. നാണം കെട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഞാൻ എങ്ങനെ വീണ്ടും ഇവിടേക്ക് വന്ന് കേറും? അതായിരുന്നു എന്റെ മനസ്സിലെ ചിന്ത. എടി, അതൊന്നും ഇവിടെ വിഷയമല്ല. കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ ആരാ നിന്നെ ഇവിടെ കളിയാക്കുന്നേ? ആരും കളിയാക്കില്ല. അതെ, സുശീല പറഞ്ഞതുപോലെ ചിന്തിക്കൂ ജാസ്മിൻ. നിന്റെ മനസ്സിലെ ഡിപ്രഷനൊക്കെ മാറ്റി വെച്ചിട്ട് നീ പഴയതുപോലെ ഒന്ന് ആക്റ്റീവ് ആകുമോളെ. ദേ, ഞങ്ങളൊക്കെ കൂടെയില്ലേ? മാത്രവുമല്ല, ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ദേ, ഇനി ഈ വീട്ടിൽ നിന്ന് നീ എവിടേക്കും പോണ്ട. ഞാനാ പറയുന്നത്. നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം നിനക്ക് ഈ വീട്ടിൽ താമസിക്കാം. ആന്റി ഇത് പറയുന്നു. പാർവതി ഇപ്പോഴേ എന്നെ ഇവിടുന്ന് എങ്ങനെ പുറത്താക്കാമെന്നായിരിക്കും ചിന്തിക്കുന്നത്. അവൾ അങ്ങനെ ചിന്തിച്ചോട്ടെ. പക്ഷേ അവള് മനസ്സിൽ കാണുമ്പോ നമ്മൾ മാനത്ത് കാണും. അവൾ എന്നെ ഇവിടുന്ന് പുറത്താക്കുന്നതിന് മുൻപ് അവളെ എങ്ങനെ ഇവിടുന്ന് പുറത്താക്കാമെന്ന് നമുക്ക് ചിന്തിക്കാം. അതിനൊരു പ്ലാൻ നമുക്കൊരുക്കാം. അതെ, അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കണം. ജാസ്മിനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനും മാത്രം അവൾ ആരാണെന്ന് അറിയണമല്ലോ. അമ്മേ, അമ്മേ, എന്താ വിശാൽ, എന്താ വിളിച്ചത്? അല്ല, ജാസ്മിന്റെ താമസത്തെക്കുറിച്ച് അമ്മയോടൊന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചു. അതിലെന്താ ഇപ്പൊ പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്? ആ, ജാസ്മിൻ ഇവിടെ അവളുടെ പഴയ റൂമിൽ തന്നെ താമസിക്കും. അതിലിപ്പോ ഒരു ചേഞ്ചും വരുത്തേണ്ട കാര്യമില്ല. എനിക്കും പാർവതിക്കും മറ്റൊരു അഭിപ്രായമുണ്ട്. അതെന്താ? അത് നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഒഴിഞ്ഞടക്കുകയല്ലേ, അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ജാസ്മിനെ നമുക്ക് അങ്ങോട്ട് മാറ്റാം. ജാസ്മിനിപ്പോ നല്ല കെയറിങ്ങും ട്രീറ്റ്മെന്റും അല്ലേ വേണ്ടത്. അവിടെ ആവുമ്പോ അതൊക്കെ യാതൊരു വിഷമവും കൂടാതെ സാധിക്കും. ജാസ്മിനെ അവിടെ ഒറ്റയ്ക്ക് കൊണ്ട് തള്ളാനാണോ നിങ്ങളുടെ തീരുമാനം? അത് എന്നെ ഗസ്റ്റ് ഹൗസിലേക്കാക്കി ഒഴിവാക്കാനാണോ നിങ്ങളുടെ പ്ലാൻ? അയ്യോ, ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നില്ല. ജാസ്മിനെ അവിടെ തനിച്ച് താമസിപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ജാസ്മിനൊപ്പം പാർവതി അവിടെ കാണും. ജാസ്മിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ അവള് നോക്കിക്കോളും. എല്ലാ കാര്യത്തിനും പാർവതി ജാസ്മിനൊരു സഹായിയായിരിക്കും.
നീയും പാർവതിയും കൂടെ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നേ? ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളപ്പോ ജാസ്മിൻ എന്തിനാ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നേ? അല്ലോ ശാലെ, നീ എന്ത് ധൈര്യത്തിലാ പാർവതിയെ ജാസ്മിനോട് അയക്കുന്നേ? കല്യാണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നീ മറന്നുപോയോ? പാർവതിക്ക് ജാസ്മിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും. അങ്ങനെ കലപൂണ്ടിരിക്കുന്ന പാർവതിയെ ജാസ്മിന്റെ കൂടെ വിട്ടാൽ പാർവതി ചിലപ്പോ ജാസ്മിന്റെ കഥ കഴിച്ചെന്നിരിക്കും. അങ്കിൾ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾക്കും പാർവതി അറിയാവുന്നോണ്ടാണ് പറഞ്ഞത്. അവൾ എന്ത് ചെയ്യാനാ? അവള് ജാസ്മിനെ ഒന്നും ചെയ്യില്ല, അത് ഞാൻ ഉറപ്പ് തരാം. ഏയ്, അതൊന്നും വേണ്ട. ജാസ്മിനെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റണ്ട. അവൾ ഇവിടെ എല്ലാവരുടെയും കൂടെ ഈ വീട്ടിൽ താമസിക്കുന്നതാ നല്ലത്. ഞാൻ മുന്നോട്ട് വെച്ച സജഷനെ നിങ്ങൾ ആരും തെറ്റായ രീതിയിൽ കരുതരുത്. ഞാൻ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. ഏതായാലും ജാസ്മിൻ ഇവിടെ നിൽക്കട്ടെ എന്ന് പ്രഭേച്ചി പറഞ്ഞില്ലേ? അപ്പൊ ആ തീരുമാനം തന്നെ നടക്കട്ടെ. പാർവതി, ജാസ്മിന്റെ താമസ സൗകര്യത്തില് നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കാൻ ഇവർക്കെല്ലാവർക്കും ബുദ്ധിമുട്ടാ. ജാസ്മിനെ കൊണ്ട് ഇത്രയും നാളും ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അത്തരം സാഹചര്യം ഈ വീട്ടിൽ ഉണ്ടാവാനും പാടില്ല എന്ന് കരുതി ജാസ്മിനെ ഈ സിറ്റുവേഷനിൽ നമ്മൾ അവഗണിക്കാനും പാടില്ല. ഇതെല്ലാം മുന്നിൽ കണ്ടിട്ടാ ജാസ്മിനെയും കൊണ്ട് ഗസ്റ്റ് ഹൗസിലോട്ട് മാറാമെന്ന് ഞാൻ പറഞ്ഞത്. ഞാനിവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലേ അതിന് ഞാൻ മാത്രമല്ല ഉത്തരവാദി. എന്നെ കൊണ്ട് അധികമൊന്നും പറയിപ്പിക്കരുത്. എനിക്കിപ്പോ ഒരു ബഹളത്തിന് താല്പര്യമില്ല. അതാ നല്ലത്. ഒരു ബഹളവും വേണ്ട. ജാസ്മിൻ ഒരു കാര്യം ചെയ്യും, ബ്രോ പറയുന്നത് കേൾക്ക്. നീയും പാർവതിയും കൂടെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറിക്കോ. നിന്നെ വീണ്ടും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ബ്രോയല്ലേ? അപ്പൊ ബ്രോ പറയുന്നതല്ലേ നീ കേൾക്കേണ്ടത്. എനിക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് മാറാൻ താല്പര്യമില്ലെങ്കിലോ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഇവിടെ തന്നെ നിൽക്കുമെന്ന് വാശി പിടിക്കാനേ ഇതെന്താ നിന്റെ തറവാട് സ്വത്താണോ? ഗാർഗി, ഞാൻ പറയട്ടെ, ജാസ്മിൻ ഇവിടെ ആരാ ബന്ധുക്കളായിട്ടുള്ളേ? എന്തിനോ വേണ്ടി ഒരിക്കൽ ജാസ്മിൻ ഇവിടെ വന്ന് താമസിച്ചു. ആ ലക്ഷ്യം സാധിക്കാതെ വന്നപ്പോ വന്നതുപോലെ ജാസ്മിൻ തിരികെ പോയി. അത്രയല്ലേ ഉള്ളൂ ജാസ്മിൻ ഈ വീടുമായിട്ടുള്ള കണക്ഷൻ. അതുകൊണ്ടേ യാതൊരു ബന്ധവും ഇല്ലാതെ ജാസ്മിൻ പഴയതുപോലെ ഇവിടെ അധികം കടിച്ചു തൂങ്ങാൻ നിക്കണ്ട. ശരിയാ, ഞാനിവിടുത്തെ ബന്ധുവൊന്നുമല്ല. എനിക്കിവിടെ യാതൊരു അവകാശവും ഇല്ല. ഇപ്പോ ഞാനൊരു അഭയാർത്ഥി മാത്രമാണല്ലോ. ശരി, ഗാർഗി പറഞ്ഞ പോലെ ഞാനിവിടെ കടിച്ചു തൂങ്ങാൻ നിൽക്കുന്നില്ല. വന്നതുപോലെ തന്നെ ഞാൻ തിരികെ പൊയ്ക്കോളാം. എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് വിശാലാണെങ്കിലും തിരികെ പോകുമ്പോ എനിക്ക് ആരുടെയും സഹായം വേണ്ട. ജാസ്മിൻ, എന്താ മോളെ നീ പറയുന്നേ? ഞാൻ പോവാ. നീ ഇവിടെ നിന്ന് എങ്ങും പോകുന്നില്ല. നീ ഇവിടുത്തെ ബന്ധുവല്ലാത്തോണ്ടല്ലേ നിന്നെ ഇവിടെ എല്ലാരും ചോദ്യം ചെയ്യുന്നതും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കുന്നതും. നീ ഇവിടുത്തെ ബന്ധുവായ എല്ലാ പ്രശ്നങ്ങളും അതോടെ അവസാനിക്കില്ലേ? ഇവൾ ഇവിടുത്തെ ബന്ധുവായാൽ പ്രശ്നങ്ങളെല്ലാം തീരില്ലേ? പിന്നെ ഇവിടുത്തെ ബന്ധു എന്ന അവകാശത്തില് ഇവിടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാലോ. ഇവൾ ഇവിടുത്തെ ബന്ധു ആവാൻ പോവാ. അതെങ്ങനെ ഇവള് ബന്ധുവാകും? ഞാൻ ഇവളെ ദത്തെടുക്കാൻ പോവാ. ഞാൻ ജാസ്മിനെ ദത്തെടുത്താൽ ജാസ്മിൻ ഇവിടുത്തെ ബന്ധുവാവില്ലേ?
സുശീലേ, നീ എന്തൊക്കെയായി പറയുന്നേ? ദത്തെടുക്കൽ ഒരു ഈസി കാര്യമാണോ? അതിന് ഒരുപാട് നിയമപരമായ നൂലാമാലകളുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ഒരു ദത്തെടുക്കൽ നിന്റെ ഭർത്താവ് പറഞ്ഞാലോ അതാകെ കുഴപ്പമാവില്ലേ? എന്റെ ഭർത്താവിനെ കുറിച്ച് ചേച്ചി ചിന്തിക്കണ്ട. അതെന്താ നീ അങ്ങനെ പറയുന്നേ? നിങ്ങളോട് ഒരു സത്യം ഞാൻ മറച്ചു വെക്കുകയായിരുന്നു. എന്റെ ഭർത്താവും ഞാനും തമ്മിൽ ഇപ്പൊ യാതൊരു ബന്ധവുമില്ല. അമേരിക്കയിൽ വെച്ച് എന്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സോ എനിക്കിപ്പോ ആരുമില്ല, ആരുമായിട്ടും യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. അതുകൊണ്ട് എനിക്ക് ആരോടും അഭിപ്രായം ചോദിക്കാതെ ജാസ്മിനെ ദത്തെടുക്കാം. മോളെ, ഇപ്പൊ മുതല് നീ എന്റെ മോളാ. ഇനി ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രം. നീ വാ മോളെ, നിന്നെ ഇനി ഇവിടെ ആരും എവിടേക്കും ഇറക്കി വിടില്ല.